ഇന്ന് നമ്മൾ ഗ്രീൻ പൂരിയാണ് ഉണ്ടാക്കിയത് കേട്ടോ. നല്ല കളറല്ലേ, നല്ല പിസ്ത ഗ്രീൻ പോലെ തോന്നുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഗ്രീൻ കളർ വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മുരിങ്ങയില അരച്ചിട്ട് അതിൽ ചേർത്തു. അപ്പോൾ മുരിങ്ങയുടെ ഇല ഒരു മിക്സിയുടെ ജാറിൽ കൊള്ളണത്ര മുരിങ്ങയുടെ ഇല എടുത്തു കേട്ടോ. എന്നിട്ട് അത് 1.5 കപ്പ് ആട്ടയാണ് എടുത്തത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് ഈ മുരിങ്ങയുടെ ഇല അരച്ചത്. തണ്ട് ചെറുതായിട്ട് ഇങ്ങനെ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഇല ഇങ്ങനെ ഒന്നൊന്നായിട്ട് ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, നമ്മളിത് അരച്ചെടുക്കണ കാരണം. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് അരയ്ക്കുക, പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നമ്മൾ പിന്നെ മുരിങ്ങയുടെ ഇല വെറുതെ കളയേണ്ടി വരും. അപ്പോൾ മാവിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടിട്ട് നമ്മൾ അരച്ച് വെച്ച മുരിങ്ങയുടെ ജ്യൂസ് അതിൽ ചേർത്തു. ഈ മുരിങ്ങയുടെ ജ്യൂസിന് വേറൊരു ഉപകാരം കൂടി ഉണ്ട് കേട്ടോ. മുടി കൊഴിച്ചിലുള്ളവർക്ക് ഇത് ആഴ്ചയിൽ 1-2 പ്രാവശ്യം തലയിൽ തേക്കുന്നത് നല്ലതാണ്. ഇത് നല്ലൊരു ഹെയർ പാക്കും കൂടിയാണ് ഇങ്ങനെ അരച്ച് തലയിൽ തേക്കുന്നത്. അപ്പോൾ നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ വീണ്ടും വെള്ളം ആവശ്യം വന്നപ്പോൾ വീണ്ടും മിക്സിയുടെ ജാറിൽ തന്നെ കഴുകി ഒഴിച്ചു. അങ്ങനെ ഇനി ഇത് കുഴയ്ക്കണത് മൊത്തം കാണിക്കാത്തതെന്ന് വെച്ചാൽ ഞാൻ വെറുതെ അത്രയും ലെങ്തി ആവില്ലേ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയും പാകത്തിന് ഇട്ടാൽ പൂരിയാകുമ്പോൾ അധികം വെള്ളം വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഷേപ്പാക്കി ഇങ്ങനെ എടുത്ത് എണ്ണയിലിടുമ്പോഴേക്കും അതിങ്ങനെ വളഞ്ഞ് പിളിഞ്ഞൊക്കെ പോവും. അപ്പോൾ അതേ ഞാൻ നന്നായിട്ട് കുഴച്ച് നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണ തടവി കൊടുക്കുക. അപ്പോൾ അത് കുറച്ചധികം നേരം ഇരുന്നാലും അതിങ്ങനെ ഡ്രൈ ആവില്ല മാവ്. അപ്പോൾ നമ്മൾ കറികൾ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് പൂരിക്കും ചപ്പാത്തിക്കും ഒക്കെ കുഴച്ച് വയ്ക്കുന്നത് നല്ലതാണ്. അപ്പോൾ അത്രയും സമയം അത് ഇരുന്നിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായി ചപ്പാത്തി ആയാലും പൂരി ആയാലും നന്നായിട്ട് വരും. കുഴച്ച് അപ്പം തന്നെ ഉണ്ടാക്കിയാൽ ഹാർഡായിരിക്കും ചപ്പാത്തിയൊക്കെ. അപ്പോൾ അതേ കുഴച്ച് മാവൊക്കെ ഇങ്ങനെ നല്ല ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തു കേട്ടോ. അങ്ങനെ അതൊക്കെ പരത്തിയെടുത്തു. 2 തരത്തിൽ ഞാനിത് ഉണ്ടാക്കിയത്. ഒന്ന് എണ്ണ തടവിയിട്ട് പരത്തി, പിന്നെ പൊടിയിട്ടിട്ട് പരത്തി. പൊടിയിട്ട് പരത്തുമ്പോൾ നമുക്ക് എണ്ണയിൽ ആ പൊടി വീണ് വേഗം എണ്ണ കരിഞ്ഞു പോവും. ഇത് എണ്ണ തടവി പരത്തുമ്പോൾ നമ്മുടെ എണ്ണ നല്ല പ്ലെയിനായിട്ട് തന്നെ നല്ല ക്ലീനായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ പൊടിയിട്ട് പരത്തണവർ അത് മാറ്റി എണ്ണ തടവിയിട്ടൊന്ന് പരത്തി നോക്കിക്കോട്ടെ, നല്ലതാണ്. ഇത് ഞാൻ പൂരി കുറച്ച് അപ്പുറത്താണ് എല്ലാതും പരത്തി വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് എണ്ണയിലേക്ക് എടുത്ത് വരുമ്പോഴേക്കും ഷേപ്പൊക്കെ ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ എന്താ പറയുക, പ്രസ്സിൽ വെച്ച് ചപ്പാത്തി പ്രസ്സിൽ വെച്ച് പത്തിരി പ്രസ്സിൽ വെച്ചൊക്കെ പരത്തുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടിക്കോളും. ഇത് നമ്മുടെ പിങ്ക് സ്റ്റ്യൂ കൂട്ടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഈ പൂരിക്ക് നമുക്ക് ഇപ്പോൾ മുരിങ്ങയിലയുടെ മണം അങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ല പൂരിയാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കിക്കോ. ഈ ഇലയോ അല്ലെങ്കിൽ ചീരയുടെ ഇലയോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയുക. അപ്പോൾ ബൈ.